ഹലോ, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. ബനാന വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അന്നേരം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബനാന എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര മതി കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് മൈദയ്ക്ക് പകരമായിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി 1/2 കപ്പ് മൈദയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കണം. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ബനാന കൂടെ ഇതിലേക്ക് ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും നല്ലത്. അന്നേരം പെട്ടെന്ന് തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന മൈദയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട്, ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കല്ല്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പരുവം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓവറായിട്ട് വെള്ളം പാടില്ല കേട്ടോ. സാധാരണ നമ്മൾ നോർമൽ വാട്ടറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത്. ഇനി നമ്മൾ ഒത്തിരി നേരമൊന്നും വെക്കേണ്ടൊന്നും കാര്യമൊന്നും ഇല്ല. നമ്മളിതിലേക്ക് ഈസ്റ്റോ അതുപോലെ സോഡാപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. എണ്ണ ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഇപ്പം ചൂടായി. നമുക്കിതുപോലെ കൈകൊണ്ട് തന്നെ ഒരു ചെറിയ ചെറിയ ബോൾസായിട്ട് ഇല്ലെങ്കിലും ഷേപ്പൊക്കെ വേറെയൊക്കെ ആയി പോകും. അതൊന്നും കുഴപ്പമില്ല. ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എണ്ണയുടെ കാര്യമൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ എന്ത് ഓയിൽ വേണമെങ്കിലും, ഒലിവ് ഓയിൽ ഒഴിച്ച് ബാക്കി ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞൊരു ഗോൾഡ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങാവുന്നതാണ്. ഇനി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ നിറം ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് 2 സൈഡ് നല്ല ബ്രൗൺ നിറം ആക്കി എടുക്കണം. ഞാനിപ്പം തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഇനി 1 മിനിറ്റും കൂടെ, 1 മിനിറ്റിൻ്റെ കാര്യമില്ല, അതിന് മുന്നേയായിട്ട് നമുക്കിത് വാങ്ങാവുന്നതാണ്. നല്ലൊരു ഇച്ചിരിയും കൂടി ഒന്ന് ഗോൾഡ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. നല്ല അടിപൊളിയുള്ള സ്നാക്കാണ്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടൊരു സ്നാക്ക് റെഡിയായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ബാച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് ബോൾസ് പോലെ ഒന്ന് ഉരുട്ടിയിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഉരുട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിന് ടേസ്റ്റ് ഒന്നും പോകത്തില്ല. ഷേപ്പൊക്കെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുന്നേ ഉള്ളൂ. അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അന്നേരം ഞാൻ അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ടും വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.